ആർമർ വെക്ക് കോച്ച്. അവിടെ ഇവിടെ അവന്മാരെയൊന്നും കാണാനല്ലോ. നമുക്ക് അടിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഉള്ളു. കുറെ വണ്ടി അവന്മാരോട് സംസാരിച്ചാണോ? ഓൾറെഡി സംസാരിച്ചാണോ? എടാ സംസാരിച്ചാണോടാ? എടാ ഇവന്മാരോട് സംസാരിച്ചോടാ? സംസാരിച്ചോ ഇവന്മാരോട്? എന്ത് പറഞ്ഞേ? അറിയാതെ അടിക്കാണ്. പക്ഷെ ഗോകു റേഡിയിൽ അടിക്കില്ലെന്ന് പറഞ്ഞോണ്ടാണ് ഓടിയത്. ഹലോ നിനക്കേതാ എന്ന് പറഞ്ഞാ മനസ്സിലാകണ്ടെന്ന്? എന്താ ബ്രോ? നീ എന്താടാ നിനക്ക് സ്വന്തം നിങ്ങൾ തല്ലാൻ നിൽക്കണോ? എടാ ഇവന്മാര് വലിയ കൊണയാണല്ലോടാ. ഇവന്മാര് വലിയ പ്രശ്നമാണല്ലോ. അടിക്കട അടിക്കട ഇവന്മാരെ അടിച്ചിട്ട് പോയാ. സംസാരിക്കാൻ ചെല്ലുമ്പോ അവനൊക്കെ നിങ്ങൾ തുടങ്ങിക്കോ. നമ്മൾ വന്നത് കളിക്കാൻ നിൽക്കുമോ? ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോ ജോനായിക്കോ. എടാ അവന്മാരെ കേറി തല്ലാൻ നിൽക്കുവാണേ. അവന്മാരിപ്പോ അവിടെ അടി പൊട്ടിക്കും. സിറ്റി സേഫ് സോൺ അല്ലേടാ? ഇത്ര ആൾക്കാരെ മതി. അവന്മാർ ഇത്ര ആൾക്കാരെ ഉള്ളൂ. മനസ്സിലായി? എല്ലാരും ഇപ്പൊ റിപ്പയറിലോട്ട് വൈപ്പോളൂ. എല്ലാരും ഞാൻ സംസാരിക്കാൻ ചെന്നപ്പോ അവന് വലിയ കോണ കഴിവേറി. നീ മാറടാ. എന്താടാ നീ മാറണ അടിക്കല്ലേ. റെഡി അടിക്കല്ലേ. കണ്ണണ്ട. കൈയുണ്ട് 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 കൈയുണ്ട്. ചിന്നെടുത്തിട്ട് വെയിറ്റ്. യുവമാർക്ക് കുറച്ച് എടാ യുവമാരെല്ലാം സോളോ ഓരോ വണ്ടിയില്ല. മനസ്സിലായി? അതുകൊണ്ട് യുവമാർക്ക് കുറെ വണ്ടി ഉള്ളത്. വൈറ്റ് കാറല്ല വൈറ്റ് കാർ. അവന്മാര് ഫുൾ വൈറ്റ് കാറാ. അല്ല വൈറ്റ് CR 100 CR കാറ്. മനസ്സിലായി? കോച്ചിനോണ്ടെങ്കിൽ മനസ്സിലായി. ഇവന്മാരെടുത്ത് ഇവിടെ ചത്തെടുക്കാണല്ലോ. നമ്മുടെ വണ്ടി കൗണ്ട് കൂടുതൽ വേണോ ഗോകു? നീ വണ്ടി ഇടാ. അവന്മാരും അങ്ങനെ വണ്ടി ഇടിച്ചങ്ങ് വെള്ളത്തിൽ കളയട്ടെ അവന്മാരുടെ. നല്ലൊരു ഓപ്ഷനാണ്. അവന്മാര് 11 പേര്, നമ്മൾ 9 പേര്. ഇതാണ് കൗണ്ടേ. 8 നമ്പർ സ്നൈപ്പ് കയറുന്നുണ്ട്. അപ്പൊ നമ്മൾ 9 തന്നെ. ചുമ്മാ അടിച്ചു വന്നു. എല്ലാരും ആ ഏരിയ ഉണ്ട്. ഇറങ്ങി പൊട്ടിക്കാം. മനസ്സിലായോ? ഇവന്മാരെല്ലാം വെച്ച വണ്ടിക്കകത്തിരിക്കും. അതാ പ്രശ്നം. ഇല്ല വണ്ടിയുടെ വണ്ടിക്കത്തെ അടി അടിച്ചാൽ മതി. ഈ വണ്ടിയിൽ ആളുണ്ടാ? റിപ്പയർ ഉള്ള വണ്ടി ആളുണ്ട്. ഇടിച്ചാൽ തെറിപ്പിക്കട്ടെ. എല്ലാണോ മറ്റേ വണ്ടിക്കകത്ത് നിന്ന് കറങ്ങും. മനസ്സിലായോ? ഹലോ ഇപ്പൊ വേറെ വ്യൂ നോക്കി ഓടിക്കും. അടിയായോ? നമ്മള് കേവിയും റിപ്പയർ നിൽക്കുവാ. 8:30 വേറെ ആരോ ഒരു ഇതായി ഫൈറ്റ് ആയി. മനസ്സിലായി? ആ ടൈമിൽ നമുക്ക് വെടിയുണ്ട്. നമ്മുടെ ഗോപു മരിച്ച്, KVL ആരോ മരിച്ച്. എന്താടാ എന്താടാ ഇത്? എന്താ എന്താ എടാ നിന്നോടൊക്കെ അവിടെ വന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ വന്നപ്പോ നിന്റെയൊക്കെ വായില് വലിയ നാക്കല്ലായിരുന്നു. ഇനി നീയൊക്കെ അടി മേടിച്ചിട്ട് പോയാ മതി. എന്ത് എന്താടാ? എടാ ഈ മാർക്ക് കിട്ടു. ഇവിടെ വരുന്ന കത്തി ഇങ്ങോട്ട് വന്നേ. അവന്മാര് പോണേ മുതുക്ക് മേളിലോട്ട് പോണേ. മുതുക്കിന്ന് മേളിലോട്ട് പോണേ. അവനെ കൊണ്ടുവന്നേ.
വിട്ടുണ്ട് എടാ ദൈപ്പിങ് ഇവിടെ അവന്മാർ ഒരുത്ത കത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് വന്നേ. ഇടിച്ചു കളയണാടാ. എടാ എന്റെ വണ്ടി എടുത്തോട്ടോ. എന്റെ പിങ്ങോ ഈ പിങ്ങിലോട്ട് ഇവിടെ ഒരുത്ത കത്തി അവ കേറും അവനങ്ങ് പണിക്കും. ഇവിടെ അടിയാടാ ഓടിച്ചോണ്ടിരിക്കും. റിപ്പയർ ഇട്ട് പൊട്ടിക്കാൻ പറ്റുമോ? അവന്മാര് പോയി ഇവിടുന്ന് പോയി. അവന്മാരും ഇങ്ങോട്ടാ പോയെ? ഇറങ്ങത്തുള്ളൂ ഉറപ്പാ. നേരെ പോയതോ ഇങ്ങോട്ട് പോടാ ഇങ്ങോട്ട് വരുന്നില്ല. പിങ് കാണിക്കുന്നില്ലല്ലേ? പിങ്ങീത് പോടാ. ആ കണ്ടു എടാ ഒന്നൂടെ പിങ്ങിട്ടടാ. നേരെ ഓടണ പറ്റും. ഇല്ലേ പോകുന്ന അവന്മാരെവിടെ? എവിടാ? ഗേവേന്റെ ഫ്രണ്ടിലുണ്ടോ? മെയിൻ ബാങ്ക്. എന്താ കേവിയുടെ വണ്ടിയൊക്കെ പിക്ക് ചെയ്യണവന്മാരെ? പിടിച്ചവരെ ഒരു വണ്ടി പച്ചിങ് ഓർഡേക്ക് മുമ്പ് പോയി നിർത്തിയടാ. കറങ്ങുവാണെ തിരിച്ച് പിൻബാങ്കോട്ട് കറങ്ങുവാണെ ഈ വഴി റൈറ്റ് വഴി. വിട്ടു പോവാ ഇവ എങ്ങോട്ടോ കൊണ്ടുപോകുന്ന ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങോട്ടേക്ക് പറന്ന് ഏറി കയറി അവൻ. എടാ ഇത് കേവിയെ നമ്മളും കൂടെ എങ്ങനെ അടിക്കാൻ പറ്റുമോ? ഇനിഷ്യലി രണ്ടുപേരെ ഒരുമിച്ച് അടിച്ചിട്ട് ഇങ്ങോട്ടോ അവനെ കൊന്നോടാ. ഡൗൺ അവൻ കിട്ടില്ല. അവൻ ഡൗൺ ആണോ? ബാക്കിലവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരേതൊക്കെ ആദ്യക്കൂടെ വരുന്നുണ്ട്. മാർക്ക് ഡൗൺ ആണ് ഈ മാർക്കില്. ഇവിടെ വായന ഈ ഏരിയയിലേക്ക് വാ. ഇവിടെ നിന്ന് കളിച്ച ഇങ്ങോട്ട് നമ്മുടെ വണ്ടി എന്നെ പിറ്റിയത്. താളെ വരുന്നവൻ നാടിന്റെ മോന്. ഞാൻ ഫേസ് ക്യാം ഓഫ് ചെയ്യണേ കഴിയുന്നവരെ. രണ്ട് ടീമും சேர்ந்து அடிக்குது. അടിച്ചെന്ന് തോന്നുന്നു. കോച്ച് ഇവിടെ ഇത് റൂൾ ഇருக்கு കോച്ച്. ഒരു ഗ്യാങ് രണ്ട് ഗ്യാങ്ങിനെ ഒരുമിച്ച് എടുക്കരുത്. അവർക്ക് അവര് തന്നെ ഹാൻഡിൽ ചെയ്തോണം ആ സിറ്റുവേഷൻ. മേളുണ്ട് മനമുള്ളുണ്ട്. എന്നിട്ട് അതിനുശേഷമുള്ള കൊണേഡിയിലൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇനിയിപ്പോ രണ്ടുപേടെയും കക്കൂസി പോയി തൂറി മെഴുക. മനസ്സിലായത്? നീ തന്നെ സംസാരിക്കാൻ വരുമ്പോഴേ വലിയ നാക്ക് വെച്ച് സംസാരിക്കരുത്. കൈയും പൊക്കി നിൽക്കുവാണ്. കണ്ണൊന്നുമില്ല. അവനെ ചോദിച്ചു എന്താ പ്രശ്നം പറയാ. ഇതുവരെ ശംഭു കോട്ടാണ്. മറ്റേ വാടമില്ലേ ഇവൻ മാറ ബോബി ഒന്ന് ആടാ ഈ കണ്ടി. ആ എനിക്കടാ മാട്ടെ എന്തടാ എന്നാച്ചടാ ഇപ്പൊ എവിടെ പോടാ? എന്റെ താളം എവിടെ പോടാ? ഞാൻ ചെന്ന് മാന്യായിട്ട് ചോദിച്ചടാ എന്താ ബ്രോ സീൻ എന്താന്ന് ചോദിച്ചപ്പോ അവനെന്താ നമ്മളെ കുറിച്ച് കുറ്റം വണ്ടിയിരുന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ചോദിച്ചപ്പോ പറയാ നിന്നോടല്ലടാ നീയൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞു. എന്തിനാണ് ഒരു ആവശ്യമില്ലാണ്ട് മാന്യായിട്ട് സംസാരിക്കാൻ പോകുമ്പോ കുണയ്ക്കാൻ വരേണ്ട ആവശ്യം എന്താ?
അവന്മാർക്ക് ഗ്യാങ് ഹൗസിൽ കയറി ഇരിക്കാൻ പറ്റൂടാ? ഇല്ല. ഒരു ആവശ്യമില്ല. നമ്മളവിടെ മര്യാദക്ക് നമ്മുടെ കാര്യം നിൽക്കുവായിരുന്നു. നമ്മളെ വെടിവെച്ച് ഗെയിമിനെയും വെടിവെച്ച് ഇത് ഒന്നേ നമ്മളിടല്ലെങ്കിൽ അവരെടുക്ക് ഏതെങ്കിലും ഒന്ന് തെറ്റി. എടാ അമ്പു ഇവിടെ രണ്ടുപേർക്ക് സിറ്റുവേഷൻ എടുക്കാന്ന് കുഴപ്പമില്ലെന്ന്. അമ്പത്തൂര് അത് അവരുടെ റെസ്പോൺസിബിലിറ്റി. അമ്പത്തൂര് അല്ല അങ്ങനെ എടുക്കാവോ? നീ ആലോചിച്ചു നമ്മൾ ചോദിക്കാൻ പോയി നമ്മളടുത്ത് കുണച്ച് അവന്മാരടുത്തും കുണച്ച് പിന്നെ നമ്മൾ രണ്ടിരുന്ന് നോക്കി കൊടുക്കണോ? അത് ഓക്കെ ആണെങ്കിൽ അവന്മാരാണ് അത് ഹാൻഡിൽ ചെയ്യണ്ടത്. മനസ്സിലായ? നോക്കിട്ട് ചെയ്. എന്ത് ചെയ്യാനാ? അടിച്ചു തന്നെ ഇറക്കാനാണോ? ഹോസ്റ്റേജ് ഒന്നും എടുക്കണ്ടല്ലോ. ആദ്യമേ അമ്മമാരായിട്ട് എന്തൊരു ഇതാക്കിട്ട് അമ്പൂണ്ണന്റെ കാര്യേ ഈ വണ്ടിയിലാരാടാ? ആ ഡസ്റ്റ് ആണോ? അതെ. ഊമ്പി കളി പറയാതിരിക്കാൻ വയ്യ. വന്ന് വെറും ഊമ്പി കളി. ആര്? നീ തന്നെ. നീയാണോ? നീ തന്നെ. അതെ അതെ കണ്ട് മഞ്ഞ ഓടിക്കാത്തോടാ? നിങ്ങൾ എവിടെ നിൽക്കുന്നത്? 60-69. എല്ലാരും ഇവിടെ അമ്പുവിന്റെ ഗോളായിട്ട് കളിക്കണേടാ. നോക്കി സ്റ്റീവേ അമ്പുവണ്ണ പറയണേട്ടെ. അമ്പുവണ്ണ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യണോ? ഞാനൊന്നും പറയുന്നില്ല അമ്പുവണ്ണ. ഞാനൊന്നും പറയുന്നില്ലല്ലോ അമ്പുവണ്ണ. ഒന്നും പറയുന്നില്ലല്ലോ അമ്പുവണ്ണ. അവള് മീൻ കളിച്ചില്ല അമ്പുവണ്ണനെ പോലെ. അമ്പുവണ്ണനെ പോലെ മീൻ കളിച്ചില്ല അമ്പുവണ്ണ. ലൊക്കേഷൻ ഒന്നും കൂടെ പറയണ്ടാ. പിണങ്ങി കേട്ടോ അമ്പുവണ്ണം പിണങ്ങി. അമ്പുവണ്ണം പിണങ്ങിയേ. നമ്മളൊക്കെ എവിടെയാ നിക്കണേടാ? നമ്മളൊക്കെ എവിടെയാ നിക്കണേ? ആന്റി സൈഡല്ല അതാണോ? അല്ല ഹെൽപ്പ് ഇട്ട് അഡ്മിറ്റ് തരുന്ന മെഴുകുവാ. മനസ്സിലായ? ഞാൻ ഹെൽപ്പ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും നീ പിങ്ങിലോട്ട് പോയാ സ്ട്രോങ് ആയിട്ട് തന്നെ സംസാരിച്ചാൽ മതി. നമ്മളെ വെടിവെച്ചു നമുക്ക് വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മതി. എടാ ഗോക്ക് വെടി വെക്കരുതെന്ന് പറഞ്ഞിട്ടല്ലേ അവന്മാര് വെടിവെച്ച് എടാ നമ്മളൊന്നും കയ്യിൽ കണ്ണുപോലും ഇല്ലളിയാ. ഞാൻ ഹെൽമെറ്റിലാണ് നിൽക്കുവായിരുന്നു. ഇവന്മാര് ഗോക്കിനെ കൊന്നോണ്ടാ ഹെൽമെറ്റ് ഇട്ടത്. ഇവിടെ തന്നെ വൈപ്പിങ്ങിലോ ഹെൽപ്പ് ഇട്ടിട്ടുണ്ട്. നാട്ടിലെ ഗ്യാങ് മൊത്തം ഇവിടെ ഉണ്ടല്ലേ? അമ്പുണ്ണ പറയുന്നത് അമ്പണ്ണോട് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യണോന്ന് റെഡി ചോദിച്ചു. സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യണോ? അമ്പൂണ്ണ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യണോ? മഞ്ഞ വണ്ടിക്കകത്താണോ? ചുവമാരല്ലെങ്കിലും നോക്കി വെച്ചിരുന്നു എന്തിനും കിട്ടാൻ. അതാണ് പിന്നെ നമ്മളെടുത്ത് മുട്ടൻ താളമായിരുന്നു. ഞാൻ സംസാരിച്ചപ്പോ ഞാൻ പോയി ഗോകുവിന്റെ ബോർഡ് എടുത്ത് പൊക്കിക്കോട്ടെ വെച്ചാൽ മുട്ടൻ കൊണ. ഇപ്പൊ ധാരണയുണ്ട്. ചോദിച്ചിട്ടുണ്ട്. ഇത് അപമാര് ഹാൻഡിൽ ചെയ്യണം. മനസ്സിലായ? നമുക്കൊരു പ്രശ്നവും ഇല്ല. അങ്ങനെ പറഞ്ഞു അഡ്മിൻ പറഞ്ഞോ? പാപ്പൻ പറഞ്ഞടാ. പിന്നിട്ട് ഈ പിങ്ങിലുണ്ട്. എന്തോന്നാടാ ഇത്? കെവിയുടെ വണ്ടി, ടിവിയുടെ വണ്ടി, ഒരു ലോഡ് സിവിലിയൻ വണ്ടി. എന്താടാ ഇത്? ഗ്യാരേജും ഇല്ലാക്കിയടാ. ഒരു ലോഡ് വണ്ടി. ഇവിടെ എപ്പോഴാണ് വണ്ടിയൊക്കെ വെറുതെ ഓർമ്മകൾ മിഴി നിറയും തീരാതെ ഇറങ്ങി വാടാ നായേ.
എടാ വാർ ചാറ്റിൽ നാഴേന്നിട്ടാ പ്രശ്നമുണ്ടോ? നാഴ ഇല്ല ഞാൻ വിളിച്ചതാണ് മൊത്തം. ഇറങ്ങി ഓജിയുടെ ഫൈറ്റ്, ഓജിയും ബ്ലൂ കളർ വണ്ടിയോ ഫൈറ്റ്. എടാ നമ്മളൊന്നും എല്ലാവരും ഒരുമിച്ചില്ല കേട്ടോ. അവന്മാരിപ്പോ ഗ്യാങ് ഹൗസിൽ പുറത്തിറങ്ങും. ഇറങ്ങി പിങ്കിലോട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. You have been timeouted for chat for അവിടെ വേറെ ഫൈറ്റിങ് അവിടെ. Thank you. ഹലോ ഗ്യാങ് ഹൗസിൽ നിന്ന് ഇങ്ങനെ വെളിയിട്ട് അടിക്കാൻ പറ്റൂടാ? ഇവിടെ പിങ് ഞാൻ വരാം. അഡ്മിമെന്ന് പറഞ്ഞടാ അവന്മാരിപ്പോ ഗ്യാങ് ഹൗസിൽ പുറത്തിറങ്ങും. നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മാറി എന്ന് കൊടുത്താൽ മതി. അവന്മാർ ഇറങ്ങുമ്പോ തലിക്കും. മലയാളം മേളിൽ നിൽക്കടാ. ലൊക്കേഷൻ പറഞ്ഞാണ് പഴയ മാസിന്റെ ഗ്യാങ് ഹൗസില്ലേ ആശേ? എന്താടാ ഇവിടെ എന്താ ഒരു വാർത്തോണെ മാറിയടാ. കണ്ടിരിക്കുന്നു. അപ്പാ ഞാൻ വിട്ടിക്കോട്ടെ. അവന്മാര് സസ്പെൻഷൻ ഇട്ടതിന് ശേഷം അവന്മാരുടെ ഗ്യാങ് ഹൗസിന്റെ പുറത്തിറങ്ങി വന്ന് ടീഷർട്ട് ഇട്ടിട്ട് ഇമോട്ട് വിട്ട് മോളെ ട്രിഗർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ? അവന്മാരെ സിറ്റിസൺ അല്ലേ? അതെ സിറ്റിസൺ അല്ലേടാ. അപ്പൊ നമുക്ക് അടിക്കാൻ വെളിയിലിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. മുതുക് റിപ്പയർ ചെയ്യുന്നപ്പം നമ്മള് KVA വേറെ ഗ്യാങ് സിറ്റിസൺസ് എല്ലാരും ഉണ്ട്. ഇവന്മാർ അവിടെ ഇറങ്ങി സിറ്റുവേഷൻ നമുക്കിട്ടും വെടിയുണ്ട്. KVA അടിച്ചിട്ട് നമ്മളെ ഗോപുവിനെ അടിച്ചിട്ട്. അപ്പൊ ഒബ്വിയസ്ലി KVA ചോദിക്കാൻ പോയി, നമ്മൾ ചോദിക്കാൻ പോയി. അത് അവരെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത്. അവന്മാര് പറയാ KVA അവരെ താങ്ങി വാ, നമ്മൾ അവരെ താങ്ങി വാ, എങ്ങനെ ആരെ താങ്ങേണ്ട ആവശ്യമില്ല. നമ്മള് നമ്മുടെ കൂടുതൽ എടുത്തിട്ട് നിങ്ങൾ അവരോട് ഇത്രയും ചോദിക്കടാ. നിങ്ങൾ നമ്മുടെ കൂടുതൽ എടുത്തിട്ട് അടിച്ചിട്ടോന്ന് ചോദിക്കും. അവരടിച്ചിട്ടെന്ന് പറയുകയാണെങ്കിൽ ചോദിക്കാവുന്ന അതിനെന്താ പ്രശ്നം എന്ന് ചോദിക്കും. അവരിപ്പോ സസ്പെൻഷൻ കിട്ടിയില്ലേ? ഇനിയിപ്പോ നമുക്ക് അവരെ പഠിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതെല്ലാം ചോദിച്ചു. റേഡിയോ കണ്ടിട്ടു. അവന്മാർ പറഞ്ഞു എവിടെ കണ്ടാലും പെറുക്കിയിട്ട് തല്ലൂന്ന് പറഞ്ഞു. ഇപ്പൊ അതിനുശേഷം അവന്മാർ സസ്പെൻഷൻ കിട്ടിയല്ലോ. അപ്പൊ ഗ്യാങ് ഹൗസിന്റെ ഇത്ര നേരം ഇറങ്ങാത്തമാര് ഡ്രസ്സൊക്കെ കൂരി പുറത്തു വന്നിരുന്ന് ഇമോട്ടൊക്കെ ഇട്ട് മറ്റേ കൊണയടിക്കുന്നു. കൊണയടിച്ചത് നമ്മുടെ അടുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് മൊത്തം താങ്കി പറയും. ഫിഷിംഗ് ഇത് ഇമോട്ട് ഇട്ട് ഇറിറ്റേറ്റ് പണിയിട്ട് മൈൻഡില്ല മയില്. എന്തൊക്കെയോ ഇൻഡയറക്റ്റ് ബുക്കോ അവന്മാർ എന്തൊക്കെയോ മറ്റേ ഇൻഡയറക്റ്റ് ആയിട്ട് അപ്പൊ ആർക്കൊക്കെയോ കൊള്ളിക്കാൻ വേണ്ടി എന്തൊക്കെയോ ഇൻഡയറക്റ്റ് ഇടുവോ? അതിന്റെ കാര്യം പണ്ടത്തെ മറ്റേ LGBT കൊടിയും പിടിച്ചുകൊണ്ടിരിക്കണത്. എന്തോ മറ്റേ ഫിഷിംഗ് റോഡും പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നത്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ടോ അവിടെ നിന്ന്. അവന്മാരെന്തെങ്കിലും കാണിച്ചോട്ടെ. നമ്മളവിടെ അത് ബോധറിയുണ്ട്. നമ്മളെന്തെങ്കിലും അവന്മാർ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയുകയല്ല ചെയ്താ താങ്ങിയ കാര്യം പറഞ്ഞു. ഞാനവിടെ വന്നപ്പോ താങ്ങി ചിലർക്ക് താങ്ങി കിടക്കാൻ അറിയാവുള്ളതൊക്കെ ഓടിപ്പിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നേന്നുള്ള തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ തീർന്നു പോകുമ്പോൾ അറിഞ്ഞു പോകുള്ളൂ. മനസ്സിലായി? നമുക്ക് അടിക്കാൻ പറ്റില്ല. ഇപ്പൊ അവര് സിവിലിയൻസ് അല്ലേ? അപ്പൊ ഇവര് കൊണക്കണേന് നമുക്ക് അവന്മാരെ അടിക്കാൻ പറ്റുമോ? അത് നമ്മളോടല്ലടാ കൊണക്കുന്നത്. നമ്മളോട് എന്താ കൊണച്ചന്മാര്? അല്ല ഈ താങ്കൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് അടിക്കാവോ? ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് അടിക്കാം. അങ്ങോട്ടേക്ക് സംസാരിക്കാം. പക്ഷെ നമ്മുടെ വാക്കുകളൊക്കെ ഞാൻ സംസാരിക്കാം അവന്മാരോട് ഡയറക്റ്റ് ആയിട്ട്. ഞാൻ മിണ്ടത്തില്ലേ? ഞാൻ വേണ്ടി അവന്മാർ എന്നെ ട്രിഗർ ആക്കാൻ വേണ്ടി എന്തെങ്കിലും പറയും. ഓസി പോലെ എന്തെങ്കിലും പറയും. ഞാൻ തള്ളക്കി വിളിക്കും, ബാൻ പേടിക്കും. ഞാൻ വാവറെ തള്ളക്കി വിളിക്കുള്ളൂ. ഉറപ്പാണ്. അവന്മാർക്കറിയാം എന്നെ ട്രിഗർ ആക്കാൻ എങ്ങനെയാണെന്ന്. അവന്മാർ തന്നില്ല വരാം.